ഗോകുൽ, പത്തനംതിട്ടയിൽ രാഹുലിന്റെ വീട് ഇന്നിപ്പോൾ അടച്ചു കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എന്തായാലും എത്താനുള്ള സാധ്യതയില്ല. പോലീസ് രാഹുലിനെ അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് രാഹുലിന്റെ വീട്ടിൽ രാവിലെ തന്നെ ഇവിടെ പോലീസ് സുരക്ഷയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? അരുണെ, നെല്ലിമുകളിലെ വീടിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും കൺട്രോൾ റൂമിൻ്റെ വാഹനമുണ്ട്, വലിയ പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ രാഹുൽ കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് തന്നെ ഈ പ്രശ്നമുണ്ടായ അല്ലെങ്കിൽ ഇപ്പോൾ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം തന്നെ ഇവിടെ പോലീസ് കാവലുണ്ട്. ഏതായാലും രാഹുൽ ആ സമയത്തൊന്നും വീട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വീട്ടിലിപ്പോൾ നിലവിൽ അമ്മയും പെങ്ങളും മാത്രമാണ് നിലവിലുള്ളത്. ഇവിടെ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടേക്ക് 10 മണി സമയത്തോടു കൂടി തന്നെ ഇടത് സംഘടനകളുടെയും അതേപോലെ തന്നെ BJP അടക്കമുള്ള സംഘടനകളുടെയും യുവജന സംഘടനകളുടെ പ്രതിഷേധ പരിപാടികൾ മാർച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് വീടിന്. ഏതായാലും രാഹുൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള, പാലക്കാട് നിന്ന് മുങ്ങി പത്തനംതിട്ടയ്ക്ക് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയുകയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജില്ലയിലെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി വലിയ പ്രതിഷേധ പരിപാടികളും ഒക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ അവിടേക്ക് വീണ്ടും കോൺഗ്രസിനിടുത്തിയായി വീഴുന്നു എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസം തൊട്ട് തന്നെ ജില്ലയിലെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസിൽ പിടിമുറുക്കാൻ രാഹുൽ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു ശ്രമം നടത്തിയിരുന്നു. ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷവും ഐ ഗ്രൂപ്പിൽ പിടിമുറുക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ കൈകടത്താനൊക്കെ രാഹുലിന്റെ ശ്രമങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ വിഫലമാകുകയും ഒക്കെ ചെയ്യുന്നതും കണ്ടതാണ്. എന്തായാലും രാഹുൽ വീട്ടിലുണ്ടോ എന്നുള്ള ചോദ്യമെങ്കിൽ രാഹുൽ ഇവിടെ എത്തിയിട്ടില്ല. രാഹുൽ എവിടെ, കണ്ണാടിയിൽ നിന്ന് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും പോലീസ് ഇന്റലിജൻസിന് മാത്രമാണ് ഒരുപക്ഷെ അറിയാവുക. എന്തായാലും പത്തനംതിട്ടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വീട്ടിലിപ്പോൾ നിലവിൽ അമ്മയും പെങ്ങളും മാത്രമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അത് മാത്രമല്ല പോലീസിന്റെ കനത്ത സുരക്ഷ വീടിന് ഒരുക്കിയിട്ടുണ്ട്. 10 മണിയോടുകൂടി തന്നെ SFI അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധ പരിപാടികൾ. നെല്ലിമുട്ടിലുള്ള രാഹുലിന്റെ വീട്ടിൽ പോലീസിന്റെ സുരക്ഷയുണ്ട്. അവിടെ രാഹുൽ എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ രാഹുൽ ഒളിവിലാണ്. തമിഴ്നാട്ടിലാണോ എന്നുള്ളതാണ് സംശയം. പാലക്കാട് ഇക്ബാലുണ്ട്. നമുക്ക് ഇക്ബാലിനോടൊന്ന് ചോദിക്കാം. ഇക്ബാൽ, ഇന്നലെ മുഴുവൻ ഈ MLA ഓഫീസിന്റെ പരിസരത്തും ആ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടു. രാഹുലിന്റെ MLA ഓഫീസിന് മുന്നിൽ ഇന്നലെ DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചെത്തി റീത്ത് വയ്ക്കുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം BJP പ്രവർത്തകരും എത്തി അവിടെ പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടു. ഇക്ബാൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, എന്താണ് നമ്മുടെ പാലക്കാട് MLA എവിടെയുണ്ട്? എന്തെങ്കിലും വിവരമുണ്ടോ? ഇന്നലെ രാത്രിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയതാണ്. അതിനിടയ്ക്കൊരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് വന്നത്. എവിടെയാണ് എന്നതിൻ്റെ എന്തെങ്കിലും സൂചനയുണ്ടോ? തമിഴ്നാട്ടിലോട്ട് വല്ലതും കടന്നോ ഇക്ബാൽ? അരുൺകുമാർ, ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ വിവരം അറിയുന്നു. അതിനുശേഷം പിന്നീട് രാഹുലിനെയോ അല്ലെങ്കിൽ സഹായികളെയോ ആരെയും പാലക്കാട് കണ്ടിട്ടില്ല. ആരെയും ഫോണിൽ പോലും പിന്നീട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. രാഹുലിൻ്റെയും സഹായികളുടെയും എല്ലാം ഫോൺ നമ്പറുകൾ പിന്നീട് സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു സഹായിയുടെ മൊബൈൽ ഫോൺ അത് ഏകദേശം 6 മണിക്ക് സ്വിച്ച് ഓൺ ആയി. പിന്നീട് ആ നമ്പറും നിശ്ചലമാവുന്നു. രാഹുലിൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സണൽ ഫോൺ അത് ഒരുപാട് നേരം സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് അത് കോൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നമ്പറുകളെല്ലാം ഇപ്പോൾ ഏതായാലും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. പക്ഷേ ഈ ഫോണുകൾ എല്ലാം ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. പോലീസ് ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണി വരെ കണ്ണാടിയിൽ ഉണ്ടായിരുന്ന രാഹുൽ പിന്നീട് കണ്ണാടിയിൽ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. പത്തനംതിട്ടയിലേക്ക് എന്തായാലും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് രാഹുൽ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയിട്ടുണ്ടോ, അവിടെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സംഘടനാ ഭാരവാഹികളുണ്ട്, അവരുടെ ആരുടെയെങ്കിലും വീടുകളിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കുന്നു. അതിനോടൊപ്പം തന്നെ രാഹുലിന് പാലക്കാട് നിരവധി സുഹൃത്തുക്കളും ഗ്രൂപ്പ് നേതാക്കളും എല്ലാം ഉണ്ട്. അവരിൽ ആരെങ്കിലുടെയും വീടുകളിലേക്ക് മാറുകയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുമ്പോൾ രാഹുലിനെ ഏറെ പിന്തുണ നൽകിയിട്ടുള്ള ആളുകൾ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. കാരണം രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്ന സമയത്ത് ആ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ള വനിതകളെ, യുവതികളെ എല്ലാം വളരെ മോശമായി പറയുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. മാത്രമല്ല രാഹുലിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പലയിടത്തും പ്രത്യേകിച്ചും സൈബർ ഇടത്ത് പോലും വലിയ രീതിയിൽ ആ യുവതികളെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യം
സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള ആളുകളെല്ലാം മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുന്നു. പാലക്കാട് ഇന്നും പ്രതിഷേധങ്ങൾ വ്യാപകമായി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ ഡിവൈഎഫ്ഐയും BJPയുമാണ് പ്രതിഷേധം നടത്തിയെങ്കിൽ ഇന്ന് കൂടുതൽ സംഘടനകൾ, പ്രത്യേകിച്ചും SFI, അതുപോലെ തന്നെ മഹിളാ മോർച്ച, യുവമോർച്ച പോലുള്ള സംഘടനകളും രാഹുലിനെതിരെ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുലിൻ്റെയും സഹായികളുടെയും ഫോണുകൾ അത് കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ രാഹുൽ എവിടെ എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഫേസ്ബുക്ക് കുറിപ്പിടുന്നത്. പാലക്കാട്ടേക്ക് ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് വന്നതിന് ശേഷം പാലക്കാട്ടേക്ക് വന്നപ്പോഴും രാഹുൽ പറഞ്ഞത്, 3 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ പറഞ്ഞത് ഈ വിശദീകരണങ്ങൾ താൻ ജനങ്ങളോട് നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോഴും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് താൻ എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഒന്നും പറയാതെ രാഹുൽ ഏതായാലും ഒളിവിലേക്ക് മാറിയിരിക്കുന്നു. ഒളിവിലിരുന്നു കൊണ്ട് 2 ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം ഇട്ട് രാഹുൽ മാറിയിരിക്കുന്ന ഇന്നിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഇക്ബാൽ, ഇന്നലെ വലിയ പ്രതിഷേധം കണ്ടു MLA ഓഫീസിൽ. ഇന്നും പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? DYFIയും BJP മാത്രമല്ല മറ്റു ചില സംഘടനകളും ഒരുപക്ഷെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയേക്കാം. രാവിലെ വലിയ പോലീസ് ബന്ദോബസ്തിലാണോ MLA ഓഫീസ്? അരുൺ, അതായത് ഇന്നലെ വൈകിട്ട് ഈ വാർത്ത വന്ന് അതിനുശേഷം പിന്നീട് ഏകദേശം 1 മണിക്കൂറാകുമ്പോഴേക്കും തന്നെ MLA ഓഫീസ് പരിസരത്ത് വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പാലക്കാട് ASP തന്നെ നേരിട്ട് വന്ന ഈ സുരക്ഷയെല്ലാം പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും പാലക്കാട് രാഹുലിനെ കാണാൻകൂടുള്ള MLA ഓഫീസിന് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ DYFI പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡും അതുപോലെ തന്നെ പോലീസിന്റെ എല്ലാ സുരക്ഷാ വലയങ്ങളും മറികടന്നുകൊണ്ട് രാഹുലിന്റെ MLA ഓഫീസിന്റെ മതിൽക്കെട്ട് ചാടിക്കടന്ന് അവിടെ റീത്ത് വെക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ രാജിവെക്കണം, രാഹുൽ ഇനി ഒരിക്കലും ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ DYFIയും അതുപോലെ തന്നെ BJPയും എല്ലാം ഈ പ്രതിഷേധങ്ങൾ തുടരുന്നു. പ്രത്യേകിച്ചും ഇന്ന് യുവമോർച്ച, മഹിളാ മോർച്ച, SFI തുടങ്ങിയ സംഘടനകൾ കൂടി ഈ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. MLAയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ഉടനീളം ഈ പ്രതിഷേധങ്ങൾ നടത്താനുള്ള നീക്കത്തിലേക്കാണ് കടന്നത്. നേരത്തെ രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയ സമയത്ത് പ്രതിഷേധത്തിനൊപ്പം തന്നെ രാഹുലിനെതിരെ പ്രചാരണം കൂടി DYFI ഉൾപ്പെടെ നടത്തിയിരുന്നു. നഗരത്തിലൂടെ മൈക്ക് കെട്ടി പ്രചരണം നടത്തുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇടത് സംഘടനകളുടെയും അതുപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും തീരുമാനം. അരുൺ കുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ പെൺകുട്ടി നൽകിയ 20 പേജുള്ള മൊഴിയിൽ വളരെ ഗുരുതരമായ ഒരു കാര്യം പറയുന്നുണ്ട്. തന്റെ അനുമതിയില്ലാതെ അശാസ്ത്രീയമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. ബാംഗ്ലൂരിലുള്ളൊരു സുഹൃത്തു വഴി തൻ്റെ കയ്യിൽ ഒരു മരുന്ന് എത്തിച്ച് ആ മരുന്ന് കഴിക്കുന്നത് വീഡിയോ ചാറ്റിലൂടെ ഉറപ്പാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നിർബന്ധിത ഗർഭഛിദ്രത്തിനുള്ള തെളിവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വളരെ നിർണായകമായി രാഹുലിനെ കുരുക്കാവുന്ന ഒരു തെളിവ് കൂടി. പല തെളിവുകളും അല്പസമയത്തുള്ള റിപ്പോർട്ടർ TV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധിത ഗർഭഛിദ്രത്തിന് ഒരു തെളിവ് കൂടി ലഭിച്ചിരിക്കുന്നു. മെഡിക്കൽ രേഖകൾ ആണ് ഇപ്പോൾ തെളിവായി ലഭിച്ചിരിക്കുന്നത്.